ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഓണം സ്പെഷ്യലായിട്ടൊക്കെ തയ്യാറാക്കാവുന്നതുമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ പത്തിരി നൂലപ്പൊക്കെ തയ്യാറാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് റവയാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള റവ വറുത്ത റവയാണ്. ഇനിയിപ്പോൾ വറുത്തതായാലും വറുക്കാത്തതായാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഏത് റവ വേണമെങ്കിലും യൂസ് ആക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം പാട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ നിറച്ച് ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം പാട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ ഞാനിവിടെ ഒരു 4 ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിലാണ് 2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇത്രയും വെള്ളം മതിയാവില്ല. പിന്നീട് നമുക്ക് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഈ വെള്ളം ഒന്ന് തിളച്ച് ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ശർക്കര മെൽറ്റായി വന്നാൽ മതി. ഇത് കുറുകി ഇങ്ങനെ വരേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് കല്ലില്ലാത്ത ശർക്കര കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഈ മാവിലേക്ക് ചൂടോടുക തന്നെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന വഴിക്ക് തന്നെ ഇളക്കിയും കൊടുക്കണം കേട്ടോ. കുറച്ചിത് തിക്കായിട്ട് വരും, കുഴപ്പമില്ല. നമുക്കിനി സാധാരണ വേറെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി ലൂസാക്കാനുണ്ട്. അവസാനം ഞാൻ വെള്ളം ചേർത്തതിന് ശേഷം പറഞ്ഞുതരാം. ഇപ്പോൾ 2 കപ്പ് ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അത്യാവശ്യം നല്ല ചൂടിലാണ് ചേർത്തത്. നിങ്ങൾക്ക് ഇത്ര ചൂട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് ചൂടാറിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം ഞാൻ 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഒരു വിസ്ക് കൊണ്ട് മിക്സാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടിക്കോളും. ഇളം ചൂടുവെള്ളമാണ് കേട്ടോ പിന്നീട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നല്ല കട്ട ചൂടുവെള്ളം വേണ്ട. അങ്ങനെ മൊത്തം 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് മിക്സാക്കി എടുക്കുന്നത്. നല്ല ചൂട് ശർക്കരപ്പാനി ഒഴിച്ചതുകൊണ്ട് കുറച്ചിങ്ങനെ കട്ടയായിട്ടിരിക്കും, കുഴപ്പമില്ല. അന്ന് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. റവ ചേർത്തതുകൊണ്ട് കുറച്ച് തിക്കായിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ചെറുപഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ചെറുപഴം നന്നായിട്ട് പഴുത്തിട്ടില്ല, കുറച്ച് കൂടി പഴുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചെറുപഴം നന്നായിട്ട് പഴുത്തിട്ട് ചേർത്താൽ മതി. അല്ലെങ്കിൽ റോബസ്റ്റ പഴമാണ് കയ്യിലുണ്ടെങ്കിൽ ഒരു റോബസ്റ്റ പഴം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് 2 കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഴമൊക്കെ ചേർത്തിട്ട് തിക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അവസാനം ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഞാനിന്ന് കാണിച്ചു തരാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടാണ് തോന്നുന്നത്. ഇതിലേക്ക് ഒരു 2 പിഞ്ച് അപ്പസോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം ഇതിലേക്ക് 4/4 കപ്പാണ് ചേർത്ത് കൊടുത്തത്. ആദ്യം 4 കപ്പ്, പിന്നെ ലാസ്റ്റ് ഒരു 1/4 കപ്പ്, അങ്ങനെ ഒരു 4/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസായും പോകരുത്, ഒരുപാട് തിക്കായും പോകരുത് കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ചെറിയൊരു കഷ്ണം തേങ്ങ ചെറുതായിട്ട് നുറുക്കിയിട്ട് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ണിയപ്പമാണ് തയ്യാറാക്കി എടുക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മാവ് ആവശ്യത്തിന് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട, അത് കുഴി മുങ്ങുന്ന രീതിയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് കമ്മിയാക്കി ഒഴിച്ചാൽ മതി. നിങ്ങൾക്കിത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ ഓരോ കുഴിയിലും കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ ഉണ്ടാവുക. ഞാൻ ഇതെല്ലാതെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ ഞാൻ ഇത് മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഉള്ളിലൊക്കെ ആരെടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഉണ്ണിയപ്പം അരിയൊന്നും അരയ്ക്കാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.